ഡയാലിസിസ് യൂണിറ്റുകൾ ഇല്ലാതെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട 32 സർക്കാർ ആശുപത്രികൾ. ഡയാലിസിസ് യൂണിറ്റുകൾ ഇല്ലാതെ പ്രവർത്തിക്കുന്നത് 9 ജനറൽ ആശുപത്രികളും 28 താലൂക്ക് ആശുപത്രികളുമാണ്. 1289 സർക്കാർ ആശുപത്രികളിൽ ആകെയുള്ളത് 104 ഡയാലിസിസ് യൂണിറ്റുകൾ മാത്രമാണ്. വിവരങ്ങൾ നൽകാനായി പ്രജിത്ത് മോഹനാണ് ചേരുന്നത്. പ്രജിത്ത്, സാധാരണക്കാരായ രോഗികൾ ആശ്രയിക്കുന്ന ആശുപത്രികളാണ് സർക്കാർ മെഡിക്കൽ കോളേജുകളൊപ്പം ഈ താലൂക്ക് ആശുപത്രികളെല്ലാം തന്നെ. എന്നാൽ കൃത്യമായ വേണ്ട ഒരു ചികിത്സാ സംവിധാനം ഇല്ല എന്നുള്ളതാണ് അന്വേഷണത്തിൽ തെളിഞ്ഞിരിക്കുന്നത്. പ്രജിത്ത്, എന്തൊക്കെ കാര്യങ്ങളാണ് പ്രജിത്തിന്റെ അന്വേഷണത്തിൽ ബോധ്യമായത്? രാഖി, ഇക്കഴിഞ്ഞ ജൂണിൽ ആരോഗ്യവകുപ്പ് ഡയറക്ടർ നൽകിയ ഒരു റിപ്പോർട്ടാണ് സംസ്ഥാനതല വികേന്ദ്രീകൃത കോർഡിനേഷൻ കമ്മിറ്റിയുടെ മുമ്പിൽ, അതായത് തദ്ദേശ സ്ഥാപന തലത്തിൽ ഈ പറയുന്ന രീതി പദ്ധതികളും പ്രവൃത്തികളും ഒക്കെ ആസൂത്രണം ചെയ്യുന്നതും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നൊരു സമിതിയാണ്. അത് 2-3 മാസം കൂടുമ്പോൾ ആ കമ്മിറ്റിയുടെ എല്ലാ യോഗങ്ങളും ചേരാറുമുണ്ട്. പക്ഷേ കഴിഞ്ഞ ജൂണിൽ ഈ പറയുന്ന രീതിയിൽ കമ്മിറ്റിക്ക് മുൻപിൽ ഒരു റിപ്പോർട്ട് ആരോഗ്യവകുപ്പ് ഡയറക്ടർ സമർപ്പിച്ചിരുന്നു. ആ റിപ്പോർട്ടിലാണ് സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയുടെ മറ്റൊരു ദുരന്തം കൂടി വ്യക്തമാകുന്ന സാഹചര്യം ഉണ്ടാക്കുന്നത്. നമുക്ക് ഈ ഡയാലിസിസ് രോഗികളുമായി ബന്ധപ്പെട്ട കേരളം പലവട്ടം ചർച്ച ചെയ്താണ്. പ്രത്യേകിച്ച് അവർക്ക് വേണ്ടിയിട്ടുള്ള മെഡിസിൻ പോലും ചില സമയത്ത് സർക്കാർ ആശുപത്രികളിൽ കാരുണ്യ ഫാർമസിയിൽ പോലും ലഭ്യമല്ലാതെ വരുന്നു. അത് പുറത്തുനിന്ന് വാങ്ങേണ്ട സാഹചര്യം വരുന്നു. അങ്ങനെ 20,000 മുതൽ 30,000 രൂപയൊക്കെ ഒരു മാസം ഒരു ഡയാലിസിസ് ചെയ്യുന്ന പലവട്ടമായി ഡയാലിസിസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട രോഗികൾക്ക് ചിലവാകുന്നു തുടങ്ങിയിട്ടുള്ള വാർത്തകളൊക്കെ പലപ്പോഴും പുറത്തു വന്നിട്ടുള്ളതാണ്. ആ സാഹചര്യത്തിലാണ് സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ഈ ഡയാലിസിസ് സംവിധാനം എത്രത്തോളം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു എന്നതിനുള്ളൊരു പരിശോധന തന്നെ നടത്തേണ്ടിയിരിക്കുന്നത്. പ്രത്യേകിച്ച് സർക്കാർ തന്നെ നൽകുന്ന, അല്ലെങ്കിൽ സർക്കാർ തന്നെ ഈ പറയുന്ന രീതിയിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു സമിതി പ്രാദേശിക തലങ്ങളിൽ ഈ പറയുന്ന ഭരണാസൂത്രണവും പദ്ധതി ആസൂത്രണവും ഒക്കെ നടപ്പിലാക്കേണ്ട, അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുന്ന ഒരു സമിതിക്ക് മുന്നിൽ വെച്ച കണക്കുകളാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഏതാണ്ട് 1289 സർക്കാർ ആശുപത്രികളാണ് കേരളത്തിലുള്ളത്. ഇതിൽ പല ഘട്ടത്തിലുള്ള പല രീതിയിലുള്ള ആശുപത്രികളുണ്ട്. ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലുകളുണ്ട്, ജനറൽ ആശുപത്രികളുണ്ട്, താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രികളും താലൂക്ക് ആശുപത്രികളും പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകൾ പോലുള്ള FSC പോലെയുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട്. ഇത്തരം 1289 ആശുപത്രികളിലൂടെ ആകെ സംസ്ഥാനത്തുള്ളത് 104, അതായത് സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ളത് 104 ഡയാലിസിസ് യൂണിറ്റുകൾ മാത്രമാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടർ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ ആശുപത്രികളുടെ കണക്കെടുക്കുമ്പോൾ സംസ്ഥാനത്തെ ഏതാണ്ട് പ്രധാനപ്പെട്ട 32 ആശുപത്രികൾ എന്ന് പറയുമ്പോൾ അതിൽ ജനറൽ ആശുപത്രികളും താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രികളിലുമാണ് നമ്മൾ ആ പ്രധാനപ്പെട്ട കണക്കുകളിലേക്ക് വരുന്നത്. ജില്ലാ ആശുപത്രികളുടെ കണക്കും അതിലുണ്ട്. അതിൽ 18 സംസ്ഥാനത്തുള്ള 18 ജനറൽ ആശുപത്രികളിൽ 9 ഇടത്ത് മാത്രമാണ് നിലവിൽ ഡയാലിസിസ് യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ 88 താലൂക്ക് ആശുപത്രികളിൽ 28 താലൂക്ക് ആശുപത്രികളിലും ഈ പറയുന്ന രീതിയിൽ ഡയാലിസിസ് യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗമായി ആരോഗ്യവകുപ്പ് ഡയറക്ടർ തന്നെ നൽകുന്ന കണക്കുകളിൽ പറയുന്നത്. അപ്പോൾ കേരളത്തിൽ ഈ ഡയാലിസിസ് രംഗത്ത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്നുള്ള വാർത്തകൾ, മാധ്യമ വാർത്തകൾ തുടർച്ചയായിട്ടും സർക്കാർ അതിനെ അവഗണിക്കുകയും കൃത്യമായ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷമടക്കം കേരളത്തിൽ ഈ ആരോഗ്യരംഗത്തിന് വേണ്ടിയിട്ട് വിലയിരുത്തിയിരുന്ന ബജറ്റിൽ വകയിരുത്തിയിരുന്ന തുകകളിൽ ഏതാണ്ട് 50% വെട്ടിക്കുറച്ചതിൻ്റെ കണക്കുകൾ ജനൻ TV പുറത്തുവിട്ടതാണ്. ഏതാണ്ട് എല്ലാ പദ്ധതികളും സർക്കാർ കൃത്യമായി നടപ്പിലാക്കാതെ പോകുന്ന സാഹചര്യവും നമ്മൾ പുറത്തുവിട്ടതാണ്. ഈ സാമ്പത്തിക വർഷവും സംസ്ഥാനത്തെ വിവിധ മേഖലകളിൽ ഈ പറയുന്ന രീതിയിൽ പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ വലിയ വീഴ്ചകളും കുറവുകളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആരോഗ്യ മേഖലയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കാര്യക്ഷമമായ ഒരു ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൻ്റെ ഒരു നേർചിത്രം കൂടിയാണ് സാധാരണക്കാർ ആശ്രയിക്കുന്ന ഈ കരൾ രോഗമടക്കമുള്ള, അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങൾ നേരിടുന്ന ആളുകളൊക്കെ ഇപ്പോൾ ഡയാലിസിസ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്ന ആളുകൾ അവർക്ക് സ്വകാര്യ മേഖലയിലേക്ക് പോകേണ്ടി വരുന്നു. സ്വകാര്യ ആശുപത്രികളുടെ സേവനം മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. കാരണം ജനറൽ ആശുപത്രികളിൽ പോലും കൃത്യമായ സംവിധാനങ്ങളില്ലാതെ, താലൂക്ക് ആശുപത്രികളിൽ പോലും കൃത്യമായ സംവിധാനങ്ങളില്ലാതെ വരുമ്പോൾ ആളുകൾക്ക് സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ടി വരും. അങ്ങനെ പ്രതിമാസം സാധാരണക്കാരാണെങ്കിലും ശരി, അവർക്ക് ഈ ഡയാലിസിസിന് വേണ്ടി വൻ തുകകൾ ചെലവഴിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. എന്തായാലും സർക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ട് അടിയന്തരമായി പരിഹരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണിത് എന്നുള്ളതിൽ തർക്കമില്ല. ഇത്രയധികം തുക സാധാരണക്കാരായ രോഗികൾക്ക് അവർക്ക് സ്വകാര്യ മേഖലയിലേക്ക് നൽകേണ്ടി വരുന്നു എന്നുള്ളൊരു പ്രശ്നമാണ്. അവിടെയും വീണ്ടും ആവർത്തിക്കേണ്ട ഒരു കാര്യം, ഈ കേരളത്തിലെ ആരോഗ്യ മേഖല നമ്പർ 1 ആണെന്ന് ആവർത്തിച്ച് ആരോഗ്യവകുപ്പ് മന്ത്രിയൊക്കെ പറയാറുണ്ട്. അവർ പറയുന്ന അതേ മന്ത്രി ഭരിക്കുമ്പോൾ തന്നെയാണ്, അതേ മന്ത്രിയുടെ കീഴിലുള്ള ആരോഗ്യവകുപ്പ് ഡയറക്ടർ തന്നെയാണ് ഇത്രയും 1289 സർക്കാർ ആശുപത്രികളിൽ വെറും 104 ഡയാലിസിസ് യൂണിറ്റുകൾ മാത്രമാണ് എന്നുള്ള ഒരു നാണം കെട്ട കണക്ക് ഇത്തരം ഒരു സമിതിക്ക് മുന്നിൽ വെച്ചിരിക്കുന്നത് എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ടതുണ്ട്. രാഖി. ശരി പ്രജിത്ത്, ഡയാലിസിസ് യൂണിറ്റുകളില്ലാതെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട 32 സർക്കാർ ആശുപത്രികൾ എന്നുള്ളതാണ് പ്രജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. 9 ജനറൽ ആശുപത്രികളും
28 താലൂക്ക് ആശുപത്രികളും ഉൾപ്പെടുന്നുണ്ട്. ഇതിൽ 1289 സർക്കാർ ആശുപത്രികളിൽ ആകെയുള്ളത് 104 ഡയാലിസിസ് യൂണിറ്റുകൾ മാത്രവുമാണ്.